ലൈഫ് ഭയങ്കര സ്ട്രെസ്ഫുള്ളാണ്. ജോലിയിലാണെങ്കിലും വീട്ടിലാണെങ്കിലും സ്ഥലം ഇങ്ങനെ പെരുത്തുകൊണ്ടിരിക്കുകയാണ്. ഒന്ന് ഉറങ്ങിയിട്ട് എത്ര കാലമായെന്നറിയോ? മറൂഫ്, ഇതിന് എന്തെങ്കിലും സൊല്യൂഷൻ ഉണ്ടോ എന്ന് എന്നോട് പല ആളുകളും ചോദിക്കാറുണ്ട്. കാരണം ഇന്ന് നമ്മുടെ ടെക്നോളജിയും മറ്റ് ലൈഫ് സ്റ്റൈൽ കാരണങ്ങളാൽ തന്നെ നമ്മുടെ സ്ട്രെസ് ലെവൽ വളരെ കൂടിയിട്ടുണ്ട് എന്നുള്ളത് ഒരു സത്യമാണ്. അങ്ങനെയാണ് നമ്മൾ നോ മോർ സ്ട്രെസ് ഹാക്ക് യുവർ നെർവസ് സിസ്റ്റം എന്നുള്ള ഒരു പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്തത്. ഹായ്, ഐ എം മാറൂസിയം, യുവർ ബയോ ഹാക്കർ. സ്ട്രെസ് നമ്മുടെ ലൈഫിലുണ്ടാവാൻ പല കാരണങ്ങളുണ്ട്. അതൊരു പക്ഷേ നിങ്ങളുടെ ശരീരത്തിന് ആവശ്യമായിട്ടുള്ള, നിങ്ങളുടെ ശരീരത്തിലെ സെൽസിന് ആവശ്യമായിട്ടുള്ള ന്യൂട്രീഷൻ കിട്ടുന്നില്ല എന്നുള്ളത് ഒരു സ്ട്രെസ് വരാനുള്ള കാരണമാണ്. അല്ലെങ്കിൽ വൈറ്റമിൻ മിനറൽ ഡെഫിഷ്യൻസി സ്ട്രെസ് ഉണ്ടാക്കും. അതല്ലെങ്കിൽ ചില കെമിക്കൽ ടോക്സിസിറ്റി, ഇത് നമുക്ക് സ്ട്രെസ് ഉണ്ടാക്കും. ഇനി അതല്ലെങ്കിൽ റിലേഷൻഷിപ്പ്, ഫാമിലി ആവാം അല്ലെങ്കിൽ ഫ്രണ്ട്സ് ആവാം, ഇതൊരു പക്ഷേ നമുക്ക് പല രീതിയിലുള്ള സ്ട്രെസ് ക്രിയേറ്റ് ചെയ്യും. അതല്ലെങ്കിൽ ജോലി, നമ്മൾ ഒരു കമ്പനി റൺ ചെയ്യുന്ന അല്ലെങ്കിൽ ഒരു ജോലി ചെയ്യുന്ന ഒരാളാണെങ്കിൽ അയാളുടെ ലൈഫിൽ ആ ജോലിയുമായി ബന്ധപ്പെട്ടിട്ട് ഒരുപാട് സ്ട്രെസ്സുകൾ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. എല്ലാവരും എന്നോട് ചോദിക്കുന്നതാണ്, മാറൂഫേ, ദർ ഈസ് എനി ബയോ ഹാക്ക് ടു ഡു ദാറ്റ്? അപ്പോൾ ഞാൻ പറയും, നിങ്ങൾക്ക് മെഡിറ്റേഷൻ ചെയ്യാം, നിങ്ങൾക്ക് ഗ്രൗണ്ടിങ് പ്രാക്ടീസ് ചെയ്യാം ഒക്കെ പറയാറുണ്ട്. അപ്പോൾ പലപ്പോഴും പല ആളുകളും മെഡിറ്റേഷൻ ചെയ്യുമ്പോഴൊക്കെ അവർ പറയാറുണ്ട്, മറൂഫ്, എനിക്കങ്ങനെ റിലാക്സ് ചെയ്യാൻ പറ്റുന്നില്ല, അല്ലെങ്കിൽ എൻ്റെ മൈൻഡ് ഇങ്ങനെ ജമ്പ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, ഒരു ഡ്രങ്കൻ മങ്കിയെ പോലെ എന്നൊക്കെ പറയാറുണ്ട്. നിങ്ങൾ അങ്ങനത്തെ ഒരാളാണോ? നിങ്ങളുടെ ലൈഫിൽ ഭയങ്കരമായിട്ട് സ്ട്രെസ് ഉണ്ട്, യു ആർ നോട്ട് ഏബിൾ ടു ഹാൻഡിൽ ഇറ്റ് ഇൻ എ ഈസി വേ, ഇതാണോ നിങ്ങളുടെ പ്രശ്നം? എങ്കിൽ ഇന്ന് നിങ്ങൾക്ക് അതിനുള്ളൊരു ഹാക്കിങ്ങുമായിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. യെസ്, ഓഫ് കോഴ്സ്, ദർ ഇസ് എ ബയോ ഹാക്കിംഗ് ഡിവൈസ്. ആ ഡിവൈസിൻ്റെ പേരാണ് പൾസെറ്റോ. പൾസെറ്റോ എന്നാണ് ഈ ഡിവൈസിൻ്റെ പേര്. നമ്മൾ പറഞ്ഞ പോലെ തന്നെ നമ്മുടെ സ്ട്രെസ് ലെവൽ കൂടുമ്പോൾ നമ്മളതിനെ നമ്മുടെ ബോഡി ഒരു ഫൈറ്റ് ഓർ ഫ്ലൈറ്റ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു റെസ്പോൺസ് ക്രിയേറ്റ് ചെയ്യുമെന്നുള്ളതാണ്. അതായത് നമ്മുടെ ബോഡി ഒരു സ്ട്രെസ് മോഡിലോട്ട് പോകും. നമ്മുടെ ശരീരത്തിൽ, നമ്മളിപ്പോൾ ലോകത്തിൽ ഇൻ്റർനെറ്റ് ഉള്ളതല്ലോ, എല്ലാ കമ്പ്യൂട്ടറുകളും പരസ്പരം കണക്ട് ചെയ്തതാണ്. ഇതുപോലെ തന്നെ നമ്മുടെ ശരീരത്തിൽ ഓരോ ഓർഗൻസിനെയും ഓരോ സെൽസിനെയും ഒക്കെ ഇൻ്റർ കണക്ട് ചെയ്തിട്ടുള്ള ഒരു നെറ്റ്വർക്ക്, ഒരു ഇൻ്റർനെറ്റ് നമ്മുടെ ശരീരത്തിലുണ്ട്. അതാണ് നെർവസ് സിസ്റ്റം എന്ന് പറയാം. അപ്പോൾ നമ്മൾക്ക് ദേഷ്യം വരുമ്പോൾ അല്ലെങ്കിൽ നമുക്ക് ഫൈറ്റ് ഓർ ഫ്ലൈറ്റ് എന്നുള്ള ഈ സ്ട്രെസ് വരുമ്പോൾ നമ്മുടെ ബോഡി ഓട്ടോമാറ്റിക്കലി സിമ്പത്തറ്റിക് നെർവസ് സിസ്റ്റത്തിലോട്ട് സ്വിച്ച് ചെയ്യും. അതായത് ഈ ഫൈറ്റ് ഓർ ഫ്ലൈറ്റ് എന്ന് പറയുന്ന ആ ഒരു സിസ്റ്റത്തിലോട്ട് സ്വിച്ച് ചെയ്യും. ഇനി നമ്മുടെ ബോഡി റിലാക്സ്ഡ് ആകുമ്പോൾ നമ്മളൊരു പാരാസിമ്പത്തിക് നെർവസ് സിസ്റ്റം എന്ന് പറഞ്ഞ നെർവസ് സ്വിച്ച് ചെയ്യും. ഈ പാരാസിമ്പത്തിക് നെർവസ് സിസ്റ്റം സ്വിച്ച് ചെയ്യാൻ നമുക്ക് മെഡിറ്റേഷൻ ഉപയോഗിക്കാം, നമുക്ക് ബ്രീത്തിങ് ടെക്നിക്ക് ഉപയോഗിക്കാം, നല്ല ഇഷ്ടമുള്ള ടേസ്റ്റി ആയിട്ടുള്ള ഭക്ഷണം, അതല്ലെങ്കിൽ അങ്ങനത്തെ നല്ല കണക്ഷൻസ് ഒക്കെ, ഹഗ്ഗിങ്, ടച്ചിങ്, മസാജസ്, ഇതൊക്കെ ഒരു പക്ഷേ ഒരു പരിധി വരെ നമുക്ക്, അല്ലെങ്കിൽ ഒരു വൺ ഓഫ് ദി ബെസ്റ്റ് വേ ആണ് ഈ സ്ട്രെസ്സിനെ കുറക്കാനുള്ളത്. ഇനി നമുക്കൊരു സ്പെഷ്യൽ നെർവുണ്ട്, വേഗസ് നെർവ് എന്നാണ് അതിനെ വിളിക്കുക. വേഗസ് നെർവ് നമ്മൾ സ്റ്റിമുലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ, ആക്ച്വലി ഈ പറഞ്ഞ പല സംഭവങ്ങളും, മെഡിറ്റേഷൻ ആണെങ്കിലും ബ്രീത്തിങ് ആണെങ്കിലും ഒക്കെ ഈ വേഗസ് നെർവിനെ സ്റ്റിമുലേറ്റ് ചെയ്യാനാണ് സഹായിക്കുന്നത്. അപ്പോൾ നമ്മുടെ ശരീരത്തിൽ ഓക്സിറ്റോസിൻ പോലത്തെ പല ഹോർമോണുകളും പ്രൊഡ്യൂസ് ചെയ്യാൻ ഇത് കാരണമാകുന്നതാണ്. അപ്പോൾ നമുക്ക് ഈ വേഗസ്